പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള, അതായത് 2025 നവംബർ മാസം 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല, ഇടവത്തിലും ഗ്രഹങ്ങളില്ല, മിഥുനത്തിലും ഗ്രഹങ്ങളില്ല, കർക്കിടകത്തിൽ വ്യാഴം, കേതു ചിങ്ങത്തിലാണ്, ചന്ദ്രൻ ചിത്രനക്ഷത്രത്തിൽ 2-ാം പാദത്തിൽ കന്നിയിൽ നിൽക്കുന്നു, ശുക്രൻ തുലാൻ രാശിയിൽ നിൽക്കുന്നു, വൃശ്ചികത്തിൽ 8-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ബുധനും നിൽക്കുന്നു, കുംഭത്തിൽ രാഹുവും ശനി മീനത്തിലുമാണ്. ഇനി ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരം സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. മകംപുരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. ഇവിടെ ചിങ്ങൻ രാശിയിൽ കേതുവുണ്ട്, 2-ാം ഭാവത്തിൽ ചന്ദ്രൻ, 3-ൽ ശുക്രൻ, 4-ാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ, 7-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ ശനി, 12-ാം ഭാവത്തിൽ വ്യാഴം. ചിങ്ങൻ രാശിക്കാർക്ക് കഴിഞ്ഞ ഒരു മാസമായി സൂര്യൻ നീചസ്ഥനായിരുന്നു. ആ സൂര്യൻ 4-ാം ഭാവത്തിലേക്ക് വന്നു ചൊവ്വയോടുകൂടി. 2-ാം ഭാവത്തിൽ ചന്ദ്രനുണ്ട്. ഹിമാംശേ വസുസ്ഥാനകേ ധാന്യലാഭ ശരീരേതി സൗഖ്യം വിലാസോങ്കനാനം കുടുംബേ ദ്രജിജായതേ തസ്യ തുച്ഛ വശം ദർശനയാതി ദേവാംഗനാണ്. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ദേവസ്ത്രീകൾ തൻ്റെ ദർശനത്തിൽ വരും. തൻ്റെ കുടുംബത്തിനോടുള്ള താല്പര്യം കുറയും. കുടുംബേ രതിഹി ജായതേ തസ്യ തുച്ഛ. അതിനാൽ പലപ്പോഴും ദാമ്പത്യത്തിൽ ഡൈവേഴ്സിൻ്റെ അടുത്തൊക്കെ എത്തുന്ന വാരമാണ്. കാരണം എന്താണ്? 7-ാം ഭാവത്തിൽ വിവാഹസ്ഥാനത്ത് ഇരുട്ടാണ്, രാഹുവാണ്, തമഹ, അന്ധകാരം. വിവാഹപതിയായ ശനിയോ അഷ്ടമത്തിലാണ്, മറഞ്ഞു നിൽക്കുകയാണ്. അതിനാൽ പലപ്പോഴും പോലീസ് കേസ്, കോടതി പല തീരുമാനങ്ങളും ശക്തമായി എടുക്കും ചിങ്ങൻ രാശിക്കാർ. ഇത്രകാലം വീർപ്പ് മുട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ, പരിഹാരം കണ്ട് പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടാതെ ഫേസ് ചെയ്യുന്നൊരു സമയമാണെന്നറിയും. പലപ്പോഴും പല ദുരാചാരങ്ങളിലും പെടും. 12-ലാണ് വ്യാഴം നിൽക്കുന്നത്. പേരിന് വേണ്ടി ചെയ്യുന്നതൊക്കെ നഷ്ടപ്പെടും. യശ കീദൃശേ സദ്വയെ സാഭിമാനം. താൻ അഭിമാനത്തോടുകൂടി പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോകും. മതി കീദൃശി വഞ്ചനാജിയത് പരേഷം. മറ്റുള്ളവർ തന്നെ വഞ്ചിക്കും. എന്നിട്ട് തൻ്റെ ബുദ്ധിയെ താൻ പിഴക്കും. ഓ, സംഭവിച്ചു പോയല്ലോ. വിധി കീർത്തിച്ച അർത്ഥനാശസ്യേന. ധനം നശിച്ച് തൻ്റെ വിധിയെ പഴിക്കും. ഇതൊക്കെയാണ് 12-ലെ വ്യാഴത്തിൻ്റെ ഫലം. ഖലഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. മൂർഖ സ്വഭാവം പ്രകടിപ്പിക്കും. മക്കളുമായി ശത്രുത വരും. സന്താനത്തിനും അനുകൂലമായ സമയമല്ല. കാരണം സന്താനപതിയായ ഗ്രഹമാണ് വ്യാഴം 12-ൽ നിൽക്കുന്നത്. സന്താന സംബന്ധമായ വലിയ ചില ക്ലേശങ്ങളൊക്കെ വരാം. വളരെ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് ഡിസംബർ 7 വരെ വ്യാഴം 11-ാം ഭാവത്തിലേക്ക് വരുന്നത് വരെ ചിങ്ങൻ രാശിക്കാർ കർമ്മമേഖലയിലൊക്കെ തന്നെ വളരെ അനുകൂലമായി വരണമെന്നില്ല. 3-ലാണ് ശുക്രൻ നിൽക്കുന്നത്. അത് ഉപജയരാശിയാണ്. പക്ഷേ 3-ൽ ശുക്രൻ നിൽക്കുമ്പോൾ കൃപണഹ, പല ആനുകൂല്യങ്ങളും തനിക്ക് വന്നാലും അനുഭവിക്കാൻ ബുദ്ധിമുട്ടുകൾ വരും. രതി സ്ത്രീജനെ തസ്യനോ ബന്ധുനാശം. സ്ത്രീജനങ്ങളിൽ രതി ഉണ്ടാകില്ല, അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾക്ക് തന്നോട് രതി ഉണ്ടാകില്ല. മക്കളുടെ വിഷയത്തിൽ തനിക്ക് തൃപ്തി വളരെ കുറവായിരിക്കും. എന്നാൽ പൂർണ്ണോഭവൽ പുത്രസൗഖ്യേ അഭി. പുത്രൻ്റെ സുഖമുണ്ടെങ്കിലും പൂർണ്ണത ഉണ്ടാകില്ല. സേനാപതിർ കാതരോ ദാനസംഗ്രാമകാലേ. ദാനം ചെയ്യുന്ന സമയത്തും യുദ്ധം ചെയ്യുന്ന സമയത്തും ഭീതനായി പോകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ബഹുവാത്ത രാശിയാണ്. വളരെയധികം ജാഗ്രതയോടുകൂടി പകലാണെങ്കിലും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വാഹനാപകടം വരും. വാഹനം പോലുള്ള സാധനങ്ങൾ, കസേരകൾ, സ്റ്റൂൾ, ഇതിൻ്റെ മുകളിലൊക്കെ കയറി അയൽ ഉണക്കാനിടുക, ആറിയിടുക മുതലായ കലാപരിപാടികളൊക്കെ നടത്തുമ്പോൾ ലക്ഷ്യം തെറ്റും, ബാലൻസ് തെറ്റും, താൻ വീഴും. ശ്രദ്ധിക്കുക. നന്ദി, നമസ്തേ.